വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. വളരെ ഗൗരവവും വേദനാജനകവുമായ ഒന്നാണ് ആത്മഹത്യ. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകത്താകമാനം ഓരോ വർഷവും ഏകദേശം 8 ലക്ഷത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. അതായത് 40 സെക്കൻഡിൽ ഒരാൾ. ഇന്ത്യയിൽ 2023-2024 വർഷത്തിൽ മാത്രം 1,70,000-ൽ പരം ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക്. ഇതിൽ പലരും യുവാക്കളാണ്, ജോലി ചെയ്യുന്നവർ, കുടുംബ ഉത്തരവാദിത്വമുള്ളവർ, പുറമേ നോക്കുമ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നവർ. ആത്മഹത്യ ഒരു പെട്ടെന്നുള്ള തീരുമാനമല്ല. അതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസിക രോഗങ്ങളാണ്. വിഷാദരോഗം, ആങ്സൈറ്റി, ബൈപോളാർ ഡിസോർഡർ, മയക്കുമരുന്ന് ആശ്രിതത്വം തുടങ്ങിയ രോഗങ്ങൾ ആത്മഹത്യയുടെ അപകട സാധ്യത കൂട്ടുന്നു. പക്ഷേ എല്ലാ ആത്മഹത്യകളും മാനസിക രോഗം മൂലമല്ല. ജീവിതത്തിലെ കടുത്ത സമ്മർദ്ദങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ തകരാർ, വിവാഹമോചനം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽ നഷ്ടം, പരീക്ഷാ പരാജയം, സാമൂഹ്യമായ ഒറ്റപ്പെടൽ, അപമാനം, പ്രതീക്ഷ നഷ്ടപ്പെടൽ, ഇതൊക്കെ ഒരാളുടെ മനസ്സിനെ അതിയായി ക്ഷീണിപ്പിക്കാം. ഇനിയും ഇങ്ങനെ സഹിക്കാനാവില്ല എന്ന തോന്നൽ വരുമ്പോൾ സഹായം തേടാതെ ഉള്ളിൽ തന്നെ എല്ലാം ഒതുക്കുന്നവരാണ് ഏറ്റവും അപകട സാധ്യതയുള്ളവർ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അപകീർത്തിയും മൗനവും ഒരു വലിയ പ്രശ്നമാണ്. ഇതൊക്കെ മനസ്സിൻ്റെ ദൗർബല്യം, പ്രാർത്ഥിച്ചാൽ മതി, മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള വാക്കുകൾ പലരെയും കൂടുതൽ ഒറ്റപ്പെടുത്തും, സഹായം തേടാൻ മടിയുണ്ടാക്കുന്നു. ഓർമ്മിക്കുക, ആത്മഹത്യ തടയാൻ കഴിയും. ഒരാൾ വിഷമത്തിലാണെന്ന് തോന്നിയാൽ അവരെ കേൾക്കുക, ഉപദേശം കൊടുക്കാൻ ശ്രമിക്കാതെ, അവരെ വിധിക്കാൻ ശ്രമിക്കാതെ കൂടെയിരിക്കുക. ആവശ്യമായാൽ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുക. ചികിത്സയിൽ സൈക്കോതെറാപ്പിയും മരുന്നുകളും പ്രയോജനം ചെയ്യും. വിഷമം എത്ര വലുതായാലും അത് താൽക്കാലികമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നിരവധി ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. താങ്ക് യു ഫോർ ലിസണിങ്.